വരെ 9ാം ക്ലാസ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഗർ കഹാനിയുടെ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗിർഗിഡിനെ ഉപാസിലെത്തെ ഹുയെ കഹ. ഗിർഗിഡ് ഉപാസിലേന എന്ന് പറഞ്ഞാൽ കോട്ടുവായിട്ടുകൊണ്ട് ഗിർഗിഡ് പറഞ്ഞു. ബാക്കി ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ഉൻസെ പകലെ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുച്ചിദിൻ രഹീതി. ഉൻസെ പകലെ, അതിന് മുന്നേ. ഉൻസയിലെ സർവനാമം ഏതാണ്? വേ പ്ലസ് എ ആണ് ഉൻസെ പകലെ, അതിന് മുന്നേ. ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുച്ചിദിൻ, കുറച്ച് ദിവസം. കിസ്കെ സാത്ത് ചിപക്കലി രഗതീതി. ശാന്തിദാസ് കെ സാത്ത് കുച്ചിദിൻ രഗതീതി, കുറേ ദിവസം ശാന്തിദാസിനോടൊപ്പം ചിപക്കലി താമസിച്ചിരുന്നു. പൂരി അശാന്തിദാസ് ധി വേ, അതെന്തായിരുന്നു? അശാന്തിദാസ് ആയിരുന്നു അവർ. മുച്ചെ ദേഖ്തേ ഹി ചില്ലാധിതി ഉയ് എന്ന് വിളിച്ച് മുച്ചെ എന്ന് വെച്ചാൽ എന്താണ്? സർവനാമം. മൈം പ്ലസ് കോയാണ് മുച്ചെ അല്ലെങ്കിൽ മുച്ചുക്കോ. മുച്ചെ ദേഖ്തേ ഹി, എന്നെ കാണുമ്പോഴൊക്കെ എന്ത് ചെയ്യായിരുന്നു? ചില്ലാനാന്ന് വെച്ചാൽ ബഹളം വയ്ക്കുക, ഉച്ചത്തിൽ പറയുമായിരുന്നു. ഉയ് എന്ന് വിളിക്കുമായിരുന്നു. ദിഗി ബന്ദ് ജാതി ധി ഉൻകി എങ്ങനെ വിളിച്ചു പറയുന്നത്? വേ പ്ലസ് ഹി ആണ് ഉൻകി. ദിഗി ബന്ദ് ജാന എന്ന് വെച്ചാൽ മുഖസെ ആവാസ് ന നികൽന എന്നാണ്. വായിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഹദീധി പറയുമായിരുന്നു. സുശാന്തോ ജൽദിയാവോ. എന്താ ജൽദിയാവോ എന്ന് വെച്ചാൽ വേഗം വരൂ. ഇസേ വിരിച്ചു പറയുന്നത് എങ്ങനെയാണ്? ഇസേ എന്ന് വെച്ചാൽ ഇസ്കോ എന്നാണ്. യഹു പ്ലസ് കോ ഇസേ ഭഗാവോ, ഇവനെ തുരത്തു എന്ന് പറയുന്നു. അപ്പോൾ ചിപക്കലി കുച്ചിദിൻ കിസ്കെ സാത്ത് രഗതീതി, ആരോടൊപ്പമാണ് താമസം? ശാന്തിദാസ് കെ സാത്ത് രഗതീതി. മൈ ഉൻകെ സാത്ത് ഏക്ക് സപ്താഹ് നഹീം ടിക് സകി. എനിക്ക് അവനോടൊപ്പം ഉൻകെ സാത്ത്, കിൻകെ സാത്ത്, ശാന്തിദാസ് കെ സാത്ത് ഏക്ക് സപ്താഹ്, ഒരാഴ്ച പോലും നഹീം ടിക് സകി, തങ്ങാൻ സാധിച്ചില്ല. പർ കഹത്തെ ഹേ ന, പറയേണ്ടതില്ലല്ലോ. ജോ വാസ്തവമേം ഭലാ ഹോത്താ ഹേ. കോൻ വാസ്തവമേം ഭലാ ഹോത്താ ഹേ? ചിപക്കലി വാസ്തവമേം ഭലാ ഹോത്താ ഹേ. ഉസേ ഭലേ ലോഗ് സരൂർ മിൽത്തേ ഹേ. നന്മയുള്ള ആളുകൾക്ക് അവർക്ക് ഭലേ ലോഗ് സരൂർ, തീർച്ചയായിട്ടും ആളുകളെ ലഭിക്കും എന്ന് പറഞ്ഞു. ഫൽസ്വരൂപ്, അതിൻ്റെ ഫലമായിട്ടാണ് മേരി സിന്ദഗി മേ ശ്രീമാൻ ഫർഗാദ് ആകയെ, എൻ്റെ ജീവിതത്തിലേക്ക് ആര് വന്നത്? ഫർഗാദ് കൈസാ ആദ്മി ഹേ. ഫർഗാദ് എങ്ങനെയുള്ള മനുഷ്യനാണെന്നാണ് പറഞ്ഞത്? ഭലേ ലോഗ് നന്മയുള്ള ആളാണ് ഫർഗാദ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ കഹത്തെ ഹുയെ പറയുമ്പോൾ തന്നെ ചിപക്കലിക്ക് ചേഖരേപ്പർ, ചിപക്കലിയുടെ മുഖത്ത് നിന്നും വൈസി അസീം ശാന്തി, ഒരു അതിരറ്റ ശാന്തത, സമാധാനം ഉണ്ടായി. വൈസി എങ്ങനെയാണ്? സംഗമർമരിക്ക് മൂർത്തിയുമേം ഹൊത്തിഹെ. സംഗമർമർ, മാർബിളിൻ്റെ മൂർത്തി, വിഗ്രഹം, പ്രതിമ, മാർബിൾ, ഒരു വെണ്ണക്കൽ പ്രതിമയുടെ സമാധാനം പോലെ, ഒരു ഐശ്വര്യം പോലെ ആരുടെ മുഖത്ത്? ചിപക്കലിയുടെ മുഖത്ത് എന്ത് ചെയ്ത്? ഒരു അതിരറ്റ സന്തോഷം, ശാന്തി പ്രകടമായി. ഓ ചിപ്പു, മൈൻ തുമാര ദർദ് സമച്ച് സക്താഹും. ചിപ്പുവേ, മൈൻ തുമാര, എനിക്ക് നിൻ്റെ, തുമാര എന്ന് വെച്ചാൽ തും പ്ലസ് കായാണ്. തുമാര ദർദ് എന്ന് വെച്ചാൽ വേദന, സമച്ച് സക്താഹു, നിൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കിത്തനി ദഫാ മേം, എത്രയോ പ്രാവശ്യം, മയും ഖുദ് ഐസെ അനുഭവസെ ഗുസർത്താഹും, ഞാൻ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഗിർഗിഡിനെ കഹ, ഗിർഗിഡ് പറഞ്ഞു. അപ്പോൾ ഗിർഗിഡ് എന്താ അങ്ങനെ പറഞ്ഞത്? ആരോട് ചേർന്നിട്ടാണ് പറഞ്ഞത്? ചിപക്കലിയുടെ വാക്കുകളിൽ കേട്ടപ്പോൾ തൻ്റെ മാനുഷികമായ പരിഗണന, മാനവീയ ഗുണങ്ങളെക്കുറിച്ചാണ് ഗിർഗിഡ് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഓ ചിപ്പു, മൈൻ തുമാര ദർദ് സമझ സക്താഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂസരോം കാ ദുഃഖ് ഔർ ദർദുക്കോ അപ്പന സമച്ചിന, മറ്റുള്ളവരുടെ ദുഃഖം അല്ലെങ്കിൽ വേദന സ്വന്തമായിട്ട് മനസ്സിലാക്കുക. ഔർ ഉൻകെ ദുഃഖ് ദർദ് മീം ഭാഗീദാരി കർണ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ എന്ത് ചെയ്യുക? ഭാഗീദാരിക്കന്നെ, പങ്കുചേരുക എന്നുള്ളത് ഏക്ക് മാനവീയ ഗുണമാണ് എന്നാണ് ഈ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ട് അബ് മേര ഇരാദ, ഞാൻ എൻ്റെ തീരുമാനം, ശ്രീമാൻ ഫർഗാദ് കെ ഗർമേം ഹി, ഫർഗാദിൻ്റെ വീട്ടിൽ തന്നെ ബചാകുച ജീവൻ ഗുസർനേക്കാഹേ, ബാക്കിയുള്ള ശേഷിച്ച ജീവിതം ഗുസർനേക്കാഹേ, ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ്. ചിപക്കലിനെ ഏക് ഹി വാക്യമേ, ഒരു സെൻറ്റൻസിൽ തന്നെ, ഒരു വാക്യത്തിൽ തന്നെ ബാച്ചിത്ത് സമാപ്ത് കർത്തേ ഹുയേ, ആ സംഭാഷണം, ബാച്ചിത്ത് എന്ന് വെച്ചാൽ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് ആര് പറഞ്ഞു? ചിപക്കലി. ക്യോം, എന്തുകൊണ്ടാണ് ചിപക്കലി ഫർഗാദ് കെ സാത്ത്, ഫർഗാദിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച്? എന്തുകൊണ്ടാണ്? ഭലേ ലോകവും കോ ഭലേ ആത്മീയവും കോ മിലേക, ഭലേ ലോകവും കോ, നന്മയുള്ള ആളുകൾക്ക് എന്ത് കിട്ടും? ഉസേ ഭലേ ലോക് സരൂർ മിലേങ്കെ. അതുകൊണ്ടാണ് ചിപക്കലി കിസ്കെ സാത്ത് രഹ്നേക്ക നിശ്ചയിക്കുക? ഫർഗാദ് കെ സാത്ത് രഹ്നേക്ക നിശ്ചയിക്കുക.